ഫ്രണ്ട്സേ, ഇന്നുണ്ടല്ലോ നേരം വെളുത്ത് എണീച്ച് വന്നപ്പം ഗ്യാസ് ഉണ്ടല്ലോ ശരിയായ രീതി കത്തുന്നില്ല. ചെറിയ രീതിയിലാണ് മിന്നി മിന്നിയാണ് കത്തുന്നത്. ഇനിയും പുതിയ ഗ്യാസിൻ്റെ അടുപ്പ് വാങ്ങിച്ചെങ്കിലേ പറ്റുള്ളൂ എനിക്ക്. അപ്പം നിങ്ങൾ വിചാരിക്കും നാൻസിക്ക് ഇന്ന് ഓരോ പ്രശ്നങ്ങളായിരിക്കുമെന്ന്. ആ പ്രശ്നങ്ങളാണ് അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. എങ്ങനെയോ ഉണ്ടായിട്ടുണ്ടല്ലോ. വേണ്ട ചപ്പാത്തി ഉണ്ടാക്കി. ചപ്പാത്തി ഇത്രേ ഇതാവത്തുള്ളൂ, അധികം മൂക്കാനൊന്നും പറ്റത്തില്ല. ഗ്യാസ് ഉണ്ടല്ലോ ഇതായിട്ട് സ്ട്രോങ് ആയിട്ട് വരുന്നില്ല, കത്തുന്നില്ല. പിന്നെ ഒപ്പിച്ച് 2 ചപ്പാത്തി ഉണ്ടാക്കി. ഇട്ടേക്കേ വേണ്ട മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒപ്പിച്ചുണ്ടാക്കിയതാണ്. പിന്നെ ചോറ് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ആയി. പിന്നെ അതിനകത്തുനിന്ന് വിസിൽ വന്നേ. കാരണം എന്ന് പറഞ്ഞാൽ ഗ്യാസ് ഇങ്ങനെ അതിൻ്റെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഈ ഗ്യാസ് അടുപ്പ് പോയി. ഇനി ഗ്യാസ് അടുപ്പ് വാങ്ങിച്ചേ പറ്റുള്ളൂ. ഇതെത്രയാണെന്നറിയോ? ഞാനിപ്പോൾ ഈ എറണാകുളം സിറ്റിക്കകത്ത് വന്നേ പിന്നെ 3ാമത്തെ ഗ്യാസ് അടുപ്പാണ്. 35 വർഷത്തിനോടിടയ്ക്ക് 3ാമത്തെ. അത്രയൊക്കെ ലാസ്റ്റ് ചെയ്തല്ലോ. ഇതിപ്പോൾ ഒത്തിരി വർഷങ്ങളായതാണ് സംഭവം. അത് എന്താണെന്നറിയത്തില്ല. ഇത് കണ്ടോ, ഞാൻ കാണിക്കാം, കത്തിച്ച് കാണിക്കാമേ. കണ്ടോ, പതുക്കെ കത്തുന്നുള്ളൂ. നിങ്ങളൊന്ന് നോക്കാം. ഞാൻ കള്ളമൊന്നും പറയുന്നൊന്നുമല്ല. അയ്യോ, നിങ്ങളൊന്ന് ഗ്യാസൊന്നും വാങ്ങിച്ച് അടുപ്പ് വാങ്ങിച്ച് തരാനൊന്നും അല്ല പറഞ്ഞേ. ഇത് കണ്ടോ 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 കണ്ടോ, കുഞ്ഞതായിട്ടാണ് കത്തുന്നത്. കണ്ടോ, കത്തുന്നത് ചെറുതായിട്ടാണ് കത്തുന്നത്, വലിയ കാര്യത്തിൽ കത്തുന്നില്ല. രണ്ടും ഇത് തന്നെ അവസ്ഥയാണ്. അന്നേരം ഇനി ഇത് വാങ്ങിച്ചേ പറ്റുള്ളൂ. ഒന്ന് റെഡിയാക്കി ഇന്നാളെ ഞാൻ സ്വന്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ അത് കഴിഞ്ഞ് ഞാൻ വേറെ ആൾക്കാരെ വിളിച്ച് ക്ലീൻ ചെയ്യിച്ച, എന്നിട്ടും ശരിയാവുന്നില്ല. ഇനി ഇത് വാങ്ങിച്ചേ പറ്റൂ. അന്നേരം വിചാരിക്കും കഴിഞ്ഞ ദിവസം ഗ്യാസ് തീർന്നു, ഇന്നിപ്പം ഗ്യാസ് അടുപ്പ് പ്രശ്നം. വാങ്ങിച്ചു തരാനൊന്നും അല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞതാണ് പ്രശ്നങ്ങളാണെന്ന്. പ്രശ്നം പിന്നെ നിങ്ങളോട് പറയണ്ടേ, പിന്നെ ഞാൻ ആരോട് പങ്കുവെക്കും? എനിക്ക് പങ്കുവയ്ക്കാനുള്ള ആൾക്കാരാണ് നിങ്ങളൊക്കെ. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്നത്. ആ കൂട്ടത്തിൽ ഇതും പങ്കുവെച്ചു. മനസ്സിലായോ? അതാണ് കാര്യം. അതുകൊണ്ട് ഇന്നിപ്പം വലിയ പാചകമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആകെ ഇതായിപ്പോയി കഴിയുമ്പോൾ എങ്ങനെ പാചകം ചെയ്യാൻ പറ്റും? ഇനിയും വല്ല ലുലുവിൽ പോയി വല്ല ഗ്യാസ് അടുപ്പ് മൂലം വാങ്ങിക്കണം, അല്ലാതെ എന്ത് ചെയ്യാനാ അല്ലേ? വർഷങ്ങളായല്ലോ. ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. കുറച്ച് നാൾ മാത്രമേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ. അത് കഴിയുമ്പോൾ അത് മാറണം. എത്രയോ നാൾ മുതൽ ഇത് മാറണമെന്ന് വിചാരിച്ചിരുന്നാണെന്നറിയോ? ഈ സമയമൊന്നും ഉണ്ടായിട്ടുമില്ല. സംഭവം ഓരോരോ പ്രശ്നങ്ങളുമായിരുന്നു. അന്നേരം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം പിന്നെ മാറണം. ഇനി അത് മാറി വേറെ ഇത് വാങ്ങിക്കണം, അല്ലാതെ പറ്റില്ല. അല്ലാതെ എങ്ങനെ ഈ ഭക്ഷണം പാകം ചെയ്യണ്ടേ? ഭക്ഷണം പാകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് അടുപ്പില്ലാതെ എങ്ങനെ പാചകം ചെയ്യും? ഞാനിവിടെ പട്ടിണി ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ വിഷമം ഉണ്ടാകത്തില്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളെല്ലാം തിന്ന് നന്നായിട്ടിരിക്കുന്ന സമയത്ത് ഞാനിവിടെ പട്ടിണി ഇരുന്നാൽ നിങ്ങൾക്കെല്ലാം വളരെ വിഷമമാണ്, എനിക്കറിയാം. എന്നെ എന്തെല്ലാം എങ്ങനെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്കറിയാം എല്ലാവർക്കും വിഷമമാണ് ഞാൻ പട്ടിണി ഇരുന്ന് കഴിഞ്ഞാൽ. കാരണം മറ്റാൾക്കാർ എന്നെ ശ്രദ്ധിക്കാനില്ല, നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. സീരിയസ് സംഭവമുള്ളതാണ്. അന്നേരം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചതാണ് കേട്ടോ. ഓക്കെ.